ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഏഞ്ചൽ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ. നമ്മളൊരു അടിപൊളി അച്ചാറാണ് ഉണ്ടാക്കുന്നത്. ഈന്തപ്പഴവും നമ്മുടെ ഇലിമ്പും പുളിയും വെച്ചിട്ട് വളരെ ടേസ്റ്റായിട്ടുള്ളൊരു അച്ചാറാണ്. നമുക്ക് എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ഈ ഇലിമ്പി പുളിയുടെയൊക്കെ സീസണാണല്ലോ. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ പരിസരത്തൊക്കെ ഉണ്ടെങ്കിലും നമുക്കെടുത്ത് ഇതുപോലൊരു വെറൈറ്റി അച്ചാറുണ്ടാക്കി കുറേ നാൾ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാം. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. അതിന് വേണ്ടി ഒരു മൺചട്ടിയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം നല്ലെണ്ണയാണ് ഞാൻ എടുത്തത്. നല്ലെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലായാലും എടുക്കാൻ കിട്ടും. അപ്പോൾ നമ്മുടെ ഓയിലൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. നമ്മുടെ കടുകൊക്കെ ഒന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കിയത് ചേർത്ത് കൊടുക്കാം. ഇനി വെളുത്തുള്ളി കുറച്ചധികം എടുത്തിട്ടുണ്ട്. നമ്മൾ നാടൻ വെളുത്തുള്ളി ആണ്ട് ചെറിയ 2 കഷ്ണങ്ങളാക്കിയതാണ്. വെളുത്തുള്ളിയും കൂടെ ചേർത്ത് ഇതിന് 2 കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് പച്ചമുളകാണ് എരിവിന് ചേർക്കുന്നത്. ചുമന്ന മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഒരു 15 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ചെറിയ കഷ്ണങ്ങളാക്കിയതാണ്. അപ്പോൾ എരിവ് ഇത്രയും വേണ്ടെങ്കിൽ കുറച്ച് ചേർത്താലും മതി. പച്ചമുളകിന് എരിവുള്ളതാണെങ്കിൽ അത് നോക്കിയിട്ട് വേണം ഇടയ്ക്ക്. ഇതിപ്പം ഞാൻ മീഡിയം എരിവുള്ളതായിരുന്നു. കുറച്ച് ഉപ്പുകൂടെ ചേർത്ത് നമുക്കൊന്നുകൂടെ ഇളക്കി കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കും. ഇപ്പം തന്നെ നല്ല മണം വരുന്നുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, നല്ലെണ്ണയുടെയൊക്കെ ഒരു മണം നല്ലതുപോലെ വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കും. 1/2 ടീസ്പൂൺ ചെറിയ ജീരകപ്പൊടി ചേർത്ത് കൊടുക്കുക. ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ. 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ പൊടിയെല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. വെള്ളം ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വെള്ളം തിളച്ചതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ചേർക്കുന്നുണ്ട്. വിനാഗിരി ഈ വെള്ളവും കൂടെ ഒന്ന് നല്ലതുപോലെ തിളച്ചിട്ട് നമ്മളിതിലാണ് ഈന്തപ്പഴം എടുക്കുന്നത്. ഈന്തപ്പഴം ഒന്ന് വേകണമല്ലോ, പുളിക്ക് അധികം വേകില്ല. 2 ടേബിൾ സ്പൂണോളം വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മുടെ വിനാഗിരിയും വെള്ളവും എല്ലാം കൂടെ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 200 ഗ്രാമോളം ഈന്തപ്പഴമാണ് എടുത്ത് കുരുവൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കിയതാണ്. ഇത് ചേർത്ത് കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ വെള്ളത്തിൽ കിടന്ന് ഈന്തപ്പഴം ഒന്ന് കുക്കായി വരണം. ഇപ്പം തന്നെ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഈ ഈന്തപ്പഴ അച്ചാർ പച്ചമുളകും ഇതൊക്കെ ചേർത്തായാലും എടുക്കാം. കുറച്ച് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം. പച്ചമുളകിൻ്റെ എരിവും ഈന്തപ്പഴത്തിൻ്റെ മധുരവും ഇലിമ്പൻ പുളിയുടെ പുളിയും കൂടെ ഒക്കെ ആകുമ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റാണ് ഇതിന്. അപ്പം നമ്മുടെ ഈന്തപ്പഴമൊക്കെ ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടൊരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. നല്ല മണമൊക്കെ വരുന്ന ഒരു പ്രത്യേക മണമാണ് വരുന്നത് ഈന്തപ്പഴത്തിൻ്റെയും. അപ്പോൾ ഈന്തപ്പഴമൊക്കെ ഒന്ന് കുക്കായിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് നമ്മൾ പുളി എടുത്ത് വെച്ചേക്കുന്നത് ഒരു അളവ് പറഞ്ഞ ഒരു 2 കപ്പോളം പുളി ചെറിയ കഷ്ണങ്ങളാക്കി വൃത്തിയാക്കിയതിന് ശേഷം വട്ടത്തെ കട്ട് ചെയ്തതാണ്, അതുകൂടെ ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ലോ ഫ്ലെയിമിൽ വയ്ക്കാം പുളി ഇട്ട് കഴിഞ്ഞാൽ, പിന്നെ പുളി പെട്ടെന്ന് വെന്ത് പോകുമല്ലോ. പിന്നെ ഈ മൺചട്ടി ആയതുകൊണ്ട് നല്ല ചൂടാണ്. അപ്പോൾ നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വളരെ എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നേ. നമുക്കിപ്പോൾ ചോറിൻ്റെ കൂടെ ആയാലും ഇത് ഉപയോഗിക്കാം, അല്ലാതെ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ആയാലും ഉപയോഗിക്കാം. നമ്മൾ സാധാരണ ഈന്തപ്പഴവും നാരങ്ങ അങ്ങനെയൊക്കെ ചേർത്ത് അച്ചാറിടുമല്ലോ. ഇത് അതിന് പകരം നമ്മൾ പുളി ചേർത്തൊരു വെറൈറ്റി അച്ചാറാണ്. നമുക്ക് 2 മിനിറ്റ് ഒന്ന് വീണ്ടും ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. പക്ഷെ നമ്മുടെ അച്ചാർ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ആ പുളിയുടെ ജ്യൂസൊക്കെ ഇറങ്ങി പുളിയെല്ലാം ഒന്ന് സോഫ്റ്റായി, ഈന്തപ്പഴം എല്ലാം കൂടെ നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കായപ്പൊടി, നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷമാണ് കായപ്പൊടി ചേർക്കുന്നത്. അത് ഏത് അച്ചാർ ഉണ്ടാക്കിയാലും നമ്മൾ കായം അവസാനമേ ചേർക്കാവുള്ളൂ, അന്നേരം ആ കായത്തിൻ്റെ ഒരു മണം നമുക്ക് കിട്ടും. അപ്പോൾ കായപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഉപ്പ് നോക്കിയതിന് ശേഷം വേണമെങ്കിൽ കുറച്ച് ഉപ്പൂടെ ചേർക്കാം, കാരണം നമ്മൾ ഉള്ളി വഴറ്റിയപ്പോഴും അല്ലാതെയൊക്കെ ഉപ്പിട്ടല്ലോ. പുളി ആയതുകൊണ്ട് കുറച്ച് ഉപ്പൂടെ വേണം. ഇനി പുളിയിലൊക്കെ ഉപ്പ് പിടിക്കാനുണ്ട്, കുറച്ച് ഉപ്പൂടെ ഇട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. എരിവും പുളിയും മധുരവും എല്ലാം ചേർന്നൊരു വെറൈറ്റി അടിപൊളി അച്ചാറാണ്. അപ്പോൾ എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഇത് തണുത്തതിന് ശേഷം നമുക്ക് ചില്ല് കുപ്പിയിലിട്ടാൽ വെള്ളം തൊടാതെ സ്പൂണൊക്കെ വെച്ച് ഉപയോഗിച്ചാൽ കുറേ നാൾ നമുക്ക് ഫ്രിഡ്ജ് വെച്ചാലും ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇലുമ്പ് പുളിയൊക്കെ കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.